ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ശാസ്താംകോട്ട ഭാരതിക്കാവ് ചെക്കോള് റോഡിലായിട്ടാണ്. ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള കോഡ് സെറ്റിന്റെ കളക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് കളക്ഷൻസ് നോക്കാം. നല്ല രസമായിട്ടുള്ള ഒരു മോഡലാണ്. ഒരു നോർമലി നമ്മൾ കാണുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ്. നമ്മുടെ റാണി സൂട്ടൊക്കെ ഇല്ല, അതിന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടഡ് ആണ് ഫാബ്രിക്. ഒരു ചൈനീസ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നോർമലി ബനിയൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി ഭയങ്കര എടുത്ത് കാണിക്കുന്ന രീതിയിലൊക്കെ തോന്നാറില്ലേ? പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സോഫ്റ്റ് ആണെന്ന് കരുതിയിട്ട് നമുക്ക് ഒരു കംഫർട്ട് കുറവും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള മോഡലാണ്. നമ്മൾ ഇപ്പോൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള രീതിയിലുള്ള മോഡലാണ് കൊടുത്തിട്ടുള്ളത്. സെമി പലാസോ ബോട്ടം ആണ് വരുന്നത്. അതിന്റെ മേലെയായിട്ട് ടോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു കീ ലെങ്ത് ടോപ്പ് എന്ന് പറയാം. ആ ഒരു രീതിയിലാണ്. അതിൽ ഫുൾ ആയിട്ടും ഇതുപോലെ ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ 3/4 യൂസ് ചെയ്താൽ മതി. 3/4 ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. ഞാനൊരു ഓപ്ഷൻ പറയുന്നത്, നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വെയർ ചെയ്യുന്നതിൽ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്, അതായത് 3/4 ഒക്കെ വെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കയറ്റി വെച്ചിട്ട് തന്നെ വെയർ ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി. കാരണം കോഡ് സെറ്റ് എപ്പോഴും നമ്മൾ 3/4 ആയിട്ട് വെയർ ചെയ്യുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി കിട്ടുന്നുണ്ടാവുക. അത് മാത്രമല്ല, നമ്മൾ ഓവർ ഷേപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. അത്യാവശ്യം ലൂസ് ആയിട്ട് കിടക്കുന്നതാണ് അതിന്റെ രസം വരുന്നത്. അപ്പോ എന്താ പറയാ, എക്സലുകാരാണെങ്കിലും ഡബിൾ എക്സൽ എടുത്തു എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കോഡ് സെറ്റ് എപ്പോഴും ഒരു ഫ്രീ സൈസ് ആയിട്ട് കിടക്കുന്നതാണ് അതിന്റെ രസം. അപ്പോ നമുക്ക് ഇതിന്റെ കളേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഒരു നമ്മുടെ എന്താ പറയാ മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ ബ്ലാക്ക് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം. നല്ലൊരു മെറ്റീരിയൽ ആണ്. നമുക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. ഓണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത്. കണ്ടില്ലേ? അത്യാവശ്യം നല്ല ഡബിൾ എക്സലുകാർക്കൊക്കെ യൂസ് ചെയ്യാം. സോറി, ഇതിന്റെ സൈസസ് ഉള്ളത് എക്സലും ഡബിൾ എക്സലും ആണ്. ഡബിൾ എക്സൽ ചെസ്റ്റ് സൈസ് 44 വരെയുള്ള ആൾക്കാർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല എന്താ പറയാ സൈസ് ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. കണ്ടില്ലേ? ഇപ്പൊ ഞാൻ ഒരു ഡബിൾ എക്സൽ പീസ് ആണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? നല്ല സൈസ് വരുന്നുണ്ട്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി സൈസിനനുസരിച്ചിട്ട് ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് ഒരുപാട് നമുക്ക് ചില ഇപ്പോ വണ്ണം കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത് വലുതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ സൈസിലേക്ക് ഈ ഒരു ഐറ്റം ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. നല്ല രസമായിട്ടുള്ള മോഡലാണ്. ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, 3/4 ആണ് വേണ്ടത് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ വേറെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 3/4 ആണ് വേണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് എപ്പോഴും വരില്ല. എനിക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മെറ്റീരിയൽ. നിങ്ങൾ നോക്കുക, പാന്റ് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയൽ ശരിക്കും മനസ്സിലാവുക. കണ്ടില്ലേ? പാന്റിലും ഒരു ലൈൻ പോലെ ഉള്ള രീതിയിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ല ഇത് കണ്ടോ, സ്ട്രെച്ചബിൾ ആയിട്ടും വരുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് വൈറ്റ് ആണ്. ഇതിന്റെ കളർ നോക്കാം. വൈറ്റ് ഒക്കെ എടുത്താലും നിങ്ങൾ ഡിഫറെന്റ് കളർ ദുപ്പട്ട ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ്. എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ. ഇതിന്റെ പാറ്റ് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ആണ്. കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ്. ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത്. അപ്പോ
ഇതിന്റെ സൈസസ് ഉള്ളത് XL XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് 1200 ആണ്, 1200. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഷോപ്പിൽ വന്നാൽ ഈ ഐറ്റം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.